ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കാട റോസ്റ്റ് ഉണ്ടാക്കാം. ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാനിവിടെ 10 കാട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നെടുകെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഉൾഭാഗം കഴുകുന്ന നേരത്തിന് നല്ലപോലെ ക്ലീനാക്കി എടുത്താൽ മതി. 1000 കോഴിക്ക് അരക്കാട എന്നല്ലേ ചൊല്ല്. കാടക്ക് അത്രയേറെ ഗുണങ്ങളുണ്ട്. ഞാൻ ഈ കാട പീസാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാട 2 പീസാക്കിയിട്ട് എടുക്കാം. അതിൽ ചെറുതാക്കണ്ട. എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഞാനിത് വാഷ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അഥവാ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണേ. ഞാനിത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി 7-8 വെളുത്തുള്ളി, ഒരു പിടി ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഈ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയിലേക്ക് കാട ഇട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. മസാല കാടയിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാട ഫ്രൈ ചെയ്യാൻ വേണ്ട കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഓയിലായാലും വിരോധമില്ല. എണ്ണ ചൂടായി വരുമ്പോൾ കാട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അധികം മൊരിഞ്ഞു പോകരുത് കേട്ടോ. മൊരിഞ്ഞു പോയാൽ നമുക്കിത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനിതിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള കാട കൂടി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കോരിയെടുക്കാം. ബാലൻസ് വന്ന ഈ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇത് 3 സവാള അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ മതി കേട്ടോ. നേരത്തെ നമ്മൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാട ഫ്രൈക്ക് എരിവുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇവ ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്നത് ചെറുതാണെങ്കിൽ 3 ചേർക്കണേ. ഇതൊന്ന് നല്ലപോലെ സെറ്റായിട്ട് വരാനായിട്ട് ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം.
ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഈ മസാലയായിട്ട് പതുക്കെ മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലും അടിക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ നമ്മുടെ കാട റോസ്റ്റ് റെഡിയായി. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാട റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.